ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു, ഈ ആൾത്താരയിലൂടെ നിൽക്കുവാനായിട്ടുള്ള കൃപ തന്നതിനെ ഓർത്ത്. എൻ്റെ പേര് ബിന്ദു ദേവി. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിൽ കുതിരത്തടം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മെയ് 24 തീയതിയാണ്. ആദ്യമായിട്ട് അമ്മ മാതാവിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹം ഒരു രോഗസൗഖ്യമാണ്. ഞാനത് ഉടമ്പടിയിൽ വച്ചിരുന്നൊരു കാര്യമായിരുന്നില്ല, കാരണം മറ്റ് നിയോഗങ്ങളുള്ളത് കൊണ്ട് അത് വച്ചിരുന്നില്ല. പക്ഷേ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെയും രോഗസൗഖ്യ പ്രാർത്ഥനയിലും ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് 33 വർഷമായിട്ട് നിരന്തരമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നൊരു വ്യക്തിയായിരുന്നു. അതായത് 2 മാസം അല്ലെ 3 മാസം, ഏറ്റവും കൂടിയ 6 മാസം, അതിനുള്ളിൽ എനിക്ക് വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഒരുപാട് സ്കാനിങ് ചെയ്തു, സ്മിയർ ചെയ്തു. അപ്പോൾ ഇത് രോഗം വരും, അപ്പോൾ മെഡിസിൻ എടുക്കും, പിന്നെ അത് നിർത്തും, വീണ്ടും രോഗം വരും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കലെയാണ് എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് പള്ളിയിൽ വെച്ചിട്ട് ഒരു തലകറക്കം സംഭവിച്ചു. അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം എനിക്കിതിൻ്റെ സിംറ്റം കൃത്യമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചി സ്ഥിരം വരുന്നതല്ലേ ചേച്ചി, എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഹൈ യൂറിനറി ഇൻഫെക്ഷനുണ്ട്, പക്ഷേ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിങ്ങനെ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ്, മരുന്നോ ലേപനോ ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അപ്പോഴാണ് എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസം വന്നത്, പരിശുദ്ധ അമ്മ പൂർണ്ണമായിട്ടും എനിക്ക് സൗഖ്യം തന്നു എന്നുള്ളത്. ഞാൻ സാക്ഷ്യം പറയാതിരുന്നത് എത്ര നാളിങ്ങനെ പോകുന്ന അറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകിച്ചത്. അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഒരു സാക്ഷ്യം, ഞാനൊരു ഗോവയിലേക്ക് ഒരു തീർത്ഥയാത്ര പോയി. അപ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ ഒരു രസകരമായിട്ട് തോന്നും, പക്ഷേ എന്നെ സംബന്ധിച്ചൊരു വളരെ വലിയൊരു കാര്യമാണ് സംഭവിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിലെ പെട്ടി നമ്പർ ലോക്കായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ചെറിയൊരു ബാഗേ ഉള്ളൂ, പിന്നെ ഈ പെട്ടിയാണ്. അപ്പോൾ എൻ്റെ ഉടമ്പടിയിലാണ് ഞാൻ. അപ്പോൾ എൻ്റെ നേർച്ച വസ്തുക്കളും മാതാവിൻ്റെ രൂപവും എൻ്റെ പെട്ടിക്കകത്തുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് പെട്ടി തുറക്കാൻ നോക്കിയപ്പോൾ ഈ നമ്പർ ലോക്കിൽ പെട്ടി തുറക്കണില്ല. അപ്പോൾ എനിക്ക് വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല. അങ്ങനെ ഞാൻ മാതാവിനോട്, മാതാവ് എനിക്ക് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലണം, പ്രത്യക്ഷന പ്രാർത്ഥന ചൊല്ലണം, തിരിയെടുക്കണം, എനിക്ക് വേറെ മാർഗ്ഗമില്ല, എനിക്ക് പെട്ടി തുറന്ന് തന്നേ പറ്റുള്ളൂ. അങ്ങനെ മാതാവിനോട് ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെയുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, പിന്നെ മാതാവിന് വേറെ പണിയൊന്നും ഇല്ലല്ലോ, മാതാവ് നിൻ്റെ പെട്ടി തുറക്കല്ലേ എന്ന് പറഞ്ഞ് പുള്ളി കളിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുള്ള എൻ്റെ മാതാവ് പെട്ടി തുറന്നു തരും. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ആ പെട്ടി അപ്പോൾ തന്നെ തുറന്നു തന്നു. അങ്ങനെ ആ പെട്ടി പിന്നെ ഞാൻ നമ്പർ ലോക്ക് ചെയ്തില്ല, കാരണം പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ നമ്പർ 000 ആയിരുന്നു. പക്ഷേ ആ നമ്പറിലോ അവിടെ വെച്ച് പെട്ടി തുറക്കുന്നത് 243 നമ്പറിലാണ് പെട്ടി തുറന്ന് കിട്ടിയത്. വീട്ടിൽ വന്നതിന് ശേഷം, അത് അത്ഭുതം എന്ന് പറയാൻ കാരണം അതാണ്, വീട്ടിൽ വന്നതിന് ശേഷം ഈ 000 ആയിക്കോട്ടെ 243 ആയിക്കോട്ടെ പെട്ടി ലോക്കാവില്ലായിരുന്നു. അപ്പം അതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ ഒരു സാക്ഷ്യം, എൻ്റെ വീട് പണിതിട്ട് 97-ലാണ് വീട് പണിതത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെള്ളം വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് വേണം നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, മാതാവിനോട് പ്രാർത്ഥിച്ച് കിണറ്റിൽ വെള്ളം കിട്ടിയെന്ന്. അപ്പം ഞാനും അതുപോലെ തന്നെ മാതാവിനോട്, മാതാവേ എനിക്കും എൻ്റെ കിണറ്റിൽ എനിക്ക് ഒരു ടാങ്ക് വെള്ളം കിട്ടിയാൽ മതി. അങ്ങനെ ഞാൻ വിശുദ്ധ തൈലവും ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച് 7 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി കിണറ്റിൽ ഇട്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലും എനിക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അമ്മ എനിക്കത് പൂർണ്ണമായിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചതെന്ന് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ, ഞാൻ സാധാരണയായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഉടനെ പ്രതികരിക്കും. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറിയെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരുപാട് മാറ്റം സംഭവിച്ചു. മറ്റുള്ളവരെ സ്നേഹിക്കാനും അതുപോലെ തന്നെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ
പിന്നെ ഞാൻ ഇതിൽ വെച്ചിട്ടില്ല, എൻ്റെ കൈക്കൊരു മുറിവ് സംഭവിച്ചിരുന്നു, ഒരു നഖം എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു ദിവസത്തെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ അച്ഛൻ പറഞ്ഞു, കൈക്കൊരു മുറിവ് പറ്റിയിട്ട് ഈ തള്ളവിരലിൻ്റെ നഖം എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഒരു പരു രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വല്ലാത്ത വേദനയാണ്, പക്ഷേ അവർക്കത് മനസ്സിലായിട്ടില്ല, അതൊരു രോഗമാണ്. അപ്പോൾ അത് മാതാവ് സൗഖ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ കൈമോ ഈ വിരലാണത്, ഈ കൈ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പോളച്ച് നിന്നിരുന്നു. പക്ഷേ ഞാൻ ദിവസവും ഉടമ്പടി തൈലം പറ്റുമായിരുന്നു. അത് അച്ഛനത് പറഞ്ഞതിന് ശേഷം എൻ്റെ കൈമെന്ന് ഈ പോള പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൈമത്തെ വേദന പോയില്ലോ എന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് അച്ഛൻ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചായിരുന്നു എന്നുള്ളത്. അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ 2 വീലർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് രാത്രി സമയങ്ങളിൽ ഇപ്പോൾ കാറിൽ പോവുകയാണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വണ്ടി വന്നാൽ എൻ്റെ കണ്ണ് ഞാൻ അപ്പോൾ വെട്ടിക്കുക, അല്ലെങ്കിൽ ഞാൻ ചോദിക്കും ഇതെങ്ങനെ നിങ്ങളിങ്ങനെ വണ്ടി ഓടിക്കണമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും പറ്റില്ല. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ദിവസവും കുരിശ് വിശുദ്ധ തൈലെടുത്ത് നെറ്റിയിൽ കുരിശ് വരയ്ക്കും, കണ്ണുമ്മ വരയ്ക്കും, കാതിലും എൻ്റെ നാവിലും ഹൃദയത്തിലും ദിവസം എന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇപ്പോൾ 2 വീലർ ഓടിക്കുമ്പോൾ രാത്രി സമയത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വന്നാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അത് പൂർണ്ണമായിട്ടും എനിക്ക് അമ്മ മാറ്റി തന്നു. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പല ആളുകളും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റുമെന്നില്ലല്ലോ എന്നുള്ള ചിന്തയിൽ ഇരുന്നിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് എൻ്റെ സഹോദരൻ്റെ ജ്യേഷ്ഠനും ഭാര്യയൊക്കെ തായ്ലൻഡിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പോകാനൊന്നും എനിക്ക് എന്തായാലും പറ്റില്ല, അപ്പോൾ പാസ്പോർട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ പാസ്പോർട്ടിന് കൊടുക്കുക. അങ്ങനെ 3 ദിവസം കൊണ്ട് പാസ്പോർട്ട് എടുത്തു. പിറ്റേ ദിവസം തായ്ലൻഡിലേക്ക് 4 ദിവസം കൊണ്ട് ഇത് ടിക്കറ്റ് എടുത്തു. അങ്ങനെ എനിക്ക് വിദേശ രാജ്യത്തിൽ പോകാനായിട്ടൊരു അനുഗ്രഹം മാതാവിലൂടെ ലഭിച്ചു. അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രം. ആദ്യത്തെ പ്രാവശ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ നല്ല നാണക്കേടുണ്ടായിരുന്നു. ഇതൊക്കെ കൊടുക്കുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കാവോ, അങ്ങനൊരു ചിന്തയിൽ തന്നെ ഞാൻ കൊടുത്തിരുന്നത്. പക്ഷേ പിന്നീട് ഞാൻ മിക്ക മാസങ്ങളിലും ഇവിടെ വന്ന് വാങ്ങും, അതല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് വരുത്തിക്കും പേപ്പർ. ഇപ്പോൾ കഴിഞ്ഞ മാസവും ഞാൻ 5 പത്രം മേടിച്ചു. അപ്പം ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ പോകും, ബസ്സിൽ കയറി ആളുകൾക്ക് കൊടുക്കും, അതല്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡുകളിൽ കൊടുക്കും. വളരെ ചുരുക്കം ആളുകളാണ് പത്രം വേണ്ട എന്ന് പറയാറുള്ളൂ. മിക്കവാറും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ വാങ്ങേണ്ട ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അതാണ് ചെയ്യാറ്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ രൂപതയിൽ ഒരു അഭയഭവൻ എന്നിട്ടൊരു അഗതി മന്ദിരമുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള വയ്യാത്ത ആളുകൾ, കുട്ടികളും മുതിർന്നവരും പുരുഷന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ വ്യാഴാഴ്ച തോറും ഞാൻ അവിടെ 7:30 അവിടെ ചെല്ലും. കുർബാന കഴിഞ്ഞ് അവിടെ ചെല്ലും. അതിനുശേഷം അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ രാവിലത്തെ ഫുഡോ അല്ലെങ്കിൽ ഡയപ്പർ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വാട്സാപ്പിലൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടുള്ള രോഗികളുടെ ഇതുകൾ കാണുമ്പോൾ പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഇതൊന്നും ഞാൻ ഉടമ്പടി ഇല്ലാത്ത ഞാൻ ഇതൊന്നും എനിക്കിങ്ങനൊരു രോഗികളെ ശുശ്രൂഷിക്കാനോ, അവിടെ ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ യൂറിനും മോഷനൊക്കെ പോയിട്ടുള്ള ആ ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ ഞാൻ മാസ്കും കൈമ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഞാൻ പോയത്. കാരണം ഞാൻ ചോദിച്ചത് ഇവരെങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു എനിക്കൊരു അറപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ അത് സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്ഥലമാണ്. അവർ ഇതൊന്നുമില്ലാണ്ട് കൈകാര്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനും അവർ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്. പിന്നെ അന്ന് തന്നെ ഞാനതിൽ ഉപയോഗിക്കൽ നിർത്തി. പിന്നെ ഇന്ന് വരെ എനിക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. വളരെ സന്തോഷത്തോടെ ഞാൻ അവരെ ശുശ്രൂഷ ചെയ്തു വരുന്നു. പിന്നെ കുമ്പസാരം ഞാൻ 3 പ്രാവശ്യമൊക്കെ കൊല്ലത്തിൽ കുമ്പസാരിക്കാറൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പരമാവധി ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ തന്നെ കുമ്പസാരം മുടക്കാതെ കുമ്പസാരം നടത്താറുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഈശോയോട് ചേർന്ന് നിന്ന് തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് സന്തോഷം, മനസ്സിന് ഒരുപാട് സന്തോഷമാണ് ഈ ഉടമ്പടിയിൽ. എപ്പോഴും നമുക്ക് എന്തൊരു ധൈര്യം കൂടിയുള്ളതുപോലെ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഒരുപാട് എപ്പോഴും ആ ഒരു ധൈര്യം ഉണ്ട്. ഒട്ടും ഒരു ഭയമോ അല്ലെങ്കിൽ എവിടെ പോകാനോ അങ്ങനത്തെ ഒരു ഭയമുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ.
പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം പൂർണ്ണമായിട്ടും അതൊക്കെ എനിക്ക് മാറ്റി തന്നു. ഭജന വായന ഞാൻ കുടുംബ പ്രാർത്ഥന തന്നെ വളരെ ചുരുക്കം ചൊല്ലുന്ന ആളെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ വചനം ബൈബിൾ എടുക്കുമ്പോൾ ഞാൻ ഏറ്റവും ചെറിയൊരു പാരഗ്രാഫ് നോക്കിയാൽ വായിക്കുക. ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ പ്രാവശ്യവും ഞാൻ ബൈബിൾ വായിക്കാനിരിക്കും, കുറേ നേരം വായിക്കും. സമയം നോക്കുമ്പോൾ ഒരു 5 മിനിറ്റ്. അപ്പോൾ എനിക്ക് ദൈവം ഇനി എന്തോരം സമയം, അങ്ങനെ കുറേ സമയം, എനിക്ക് തോന്നുന്നു ഒരു 6 മണിക്കൂറൊക്കെ ഇടുന്നൊക്കെയാണ് എൻ്റെ മനസ്സ് തോന്നിക്കണേ. അങ്ങനെയാണ് ഞാൻ ആദ്യം വായിച്ചിരുന്നത്. വായിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എത്തിക്കുമായിരുന്നു, വായിച്ചെത്തിക്കും അരമണിക്കൂർ. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് 91-ാമത്തെ സങ്കീർത്തനം അല്ലെങ്കിൽ ഏതെങ്കിലും വചനങ്ങൾ എപ്പോഴും അത് വചനം വായിക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ വിശ്വാസ പ്രമാണമായിക്കോട്ടെ അല്ലെങ്കിൽ കൊന്തയായിക്കോട്ടെ ചൊല്ലിക്കൊണ്ടിരിക്കാനായിട്ടുള്ളൊരു കൃപയും മാതാവിലൂടെ എനിക്ക് ലഭിച്ചു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.